നമസ്കാരം. മുഖത്ത് ഒരു പാടല്ലെങ്കിൽ ഒരു കുരു വന്നാൽ പലർക്കും ആശങ്ക ഉണ്ടാകാറുണ്ട്. ചിലർ അതിനെ അവഗണിക്കാറുമുണ്ട്. കുരുകളും പാടുകളും അല്ലാതെ മുഖത്ത് വീക്കമോ ചർമ്മത്തിൽ എന്തെങ്കിലും വ്യത്യാസമോ തോന്നിയാലോ അതൊരിക്കലും അവഗണിക്കാൻ പാടുള്ളതല്ല. ചിലപ്പോൾ അത് ഫാറ്റി ലിവർ അഥവാ ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസിന്റെ ലക്ഷണമാകാം. കരൾ കോശങ്ങളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അഥവാ ഹെപ്പാറ്റിക് സ്റ്റീറ്റോസിസ്. ഇത് ചർമ്മത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എണ്ണമയമുള്ള ചർമ്മമാണ് ആദ്യത്തേത്. മുഖത്ത് കാണുന്ന എണ്ണമയം ചിലപ്പോൾ ഫാറ്റി ലിവറിന്റെ ലക്ഷണമാകാം. ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ അമിതമായ എണ്ണ ഉൽപാദനം മൂലം നെറ്റിയിലും മൂക്കിലും എണ്ണമയമുള്ള ചർമ്മമായി കാണപ്പെട്ടേക്കാം. അടുത്തത് ചർമ്മത്തിന് മഞ്ഞ കലർന്ന നിറമാണ്. ചർമ്മത്തിലോ കണ്ണുകളിലോ മഞ്ഞ കലർന്ന നിറം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫാറ്റി ലിവറിന്റെ സൂചനയാകാം. കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങളാണ് അടുത്തത്. ഉറക്കക്കുറവ്, നിർജ്ജലീകരണം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും കണ്ണുകൾക്ക് താഴെ ഇരുണ്ട വൃത്തങ്ങൾ കാണപ്പെടാറുണ്ട്. ഒപ്പം ഫാറ്റി ലിവർ രോഗങ്ങൾക്ക് സൂചനയായും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാറുണ്ട്. മുഖത്ത് വീക്കം വരുന്നതാണ് അടുത്തത്. വീർത്തതോ വീക്കമുള്ളതോ ആയ മുഖം കരളിന്റെ ആരോഗ്യം മോശമായതിന്റെ സൂചനയാകാം. അടുത്തത് മുഖക്കുരുവാണ്. ഹോർമോണുകളെ നിയന്ത്രിക്കാനും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും കരൾ സഹായിക്കുന്നുണ്ട്. കരളിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാകാം. മങ്ങിയ ചർമ്മമാണ് അടുത്തത്. മോശം കരളിന്റെ പ്രവർത്തനം പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടാതെയും വിഷവസ്തുക്കൾ അടിഞ്ഞു കൂടുന്നതിലേക്കും നയിച്ചേക്കാം. ഇതുമൂലം ചർമ്മം മങ്ങിയതും ക്ഷീണിച്ചതുമായി കാണപ്പെടും. മുഖത്ത് ചുവപ്പ് നിറം വരുന്നതാണ് അടുത്തത്. കരൾ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മോശം രക്തചംക്രമണം കാരണം മുഖത്ത് ചുവപ്പ് പാടുകൾ കാണപ്പെട്ടേക്കാം. വിളറിയ ചുണ്ടുകളാണ് അടുത്തത്. കരൾ പ്രവർത്തനരഹിതമായത് ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തെയും ഇരുമ്പിന്റെ അളവിനെയും ബാധിക്കും. ഇത് ചുണ്ടുകൾ വിളറിയതോ മഞ്ഞയോ ആയി കാണപ്പെടുന്നതിന് കാരണമാകും. ചൊറിച്ചിൽ അല്ലെങ്കിൽ വരണ്ട ചർമ്മമാണ് അടുത്തത്. നിരന്തരമായ ചൊറിച്ചിൽ, പ്രത്യേകിച്ച് ചർമ്മത്തിൽ വരണ്ട പാടുകൾ എന്നിവയും ഫാറ്റി ലിവറിന്റെ സൂചനയാകാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കണം. മുഖക്കുരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, അത് ചിലരിൽ വിഷാദം, അപകർഷതാബോധം, ആത്മവിശ്വാസക്കുറവ് മുതലായ മാനസിക വിഷമതകൾക്കും കാരണമാകാറുണ്ട്. സാധാരണമായി മുഖക്കുരു കൗമാരപ്രായത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും ഏകദേശം 25 വയസ്സാകുമ്പോൾ നിലയ്ക്കുകയും ചെയ്യും. എന്നാൽ ചിലരിൽ ചെറുപ്രായത്തിൽ തുടങ്ങുകയും മറ്റു ചിലരിൽ 30കൾക്ക് ശേഷവും തുടരാറുണ്ട്. മുഖക്കുരു എന്നാണ് പേരെങ്കിലും അവ മുഖത്തെ മാത്രമല്ല ബാധിക്കുക. സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതലുള്ള മുഖം, നെഞ്ച്, തോളുകൾ, മുതുക് എന്നിവിടങ്ങളിലാണ് കുരുക്കൾ കൂടുതൽ കാണപ്പെടുന്നത്. ഹോർമോണുകളാണ് സെബേഷ്യസ് ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നത്. ജനിതകമായ കാരണങ്ങൾ കൊണ്ടും മുഖക്കുരു ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരാനും സാധ്യതയുണ്ട്. ചില സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ അമിതോപയോഗവും മുഖത്ത് കുരുകൾ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്.